നമസ്തേ. വല്ലാത്തൊരു മനുഷ്യനാണ് നിങ്ങൾ മോദിജി. ഈ മനുഷ്യൻ എപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആർക്കും അറിയില്ല. പലപ്പോഴും നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ മനുഷ്യന്റെ ഓരോ പ്രവൃത്തിയിലും ലോക്സഭാ ഇലക്ഷൻ സമയത്താണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി നേരിട്ട് രേഖാപത്രെ വിളിക്കുന്നത്. താങ്കളാണ് ഭരിഷ്ഠ ലോക്സഭാ മണ്ഡലത്തിന്റെ BJPയുടെ സ്ഥാനാർത്ഥിയെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് അവൾ അതിനെ നേരിട്ടത്. എന്തിനാണെന്നല്ലേ? സന്ദേശ് ഖലിയിൽ നടന്ന കൂട്ടബലാത്സംഗത്തിന്റെ ഇര. പിന്നെ അവൾ കരഞ്ഞിട്ടില്ല. ഭരിഷ്ഠയിൽ അവൾ പരാജയപ്പെട്ടു. വരുന്ന നിയമസഭാ ഇലക്ഷന് തയ്യാറാവാൻ പാർട്ടി വീണ്ടും നിർദ്ദേശിച്ചു. 5000-ൽ പരം വോട്ടിന് അവർ വിജയിച്ചു. രേഖാപത്ര ഉൾപ്പെടെ 3 പേരെ മോദിജി നേരിട്ട് നിർദ്ദേശിച്ചു. 2500 രൂപ മാസവരുമാനത്തിൽ 4 കുടുംബാംഗങ്ങളെ പോറ്റുന്ന വീട്ടുജോലിക്കാരിയായ കലിത മാജി രാഷ്ട്രീയ ബന്ധങ്ങളുടെ പേരിൽ TMC പ്രവർത്തകർ ഉപദ്രവിച്ചതായി ആരോപിച്ചിട്ടും ഓസ്ഗ്രാം നിയോജക മണ്ഡലത്തിൽ അവൾ 2500 വോട്ടിന് വിജയിച്ചു. കൂടാതെ TMC കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്ന RG കാർ ആശുപത്രി ബലാത്സംഗ കൊലപാതക കേസിൽ നടന്ന ഇരയുടെ അമ്മ രത്ന ദേബ്നാഥ് TMC സ്ഥാനാർത്ഥിയെ 28,000 വോട്ടുകൾ കൂടുതൽ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുത്തി. ഈ ഫലങ്ങൾ ജനാധിപത്യത്തിന്റെ ശക്തിയെ അടിവരയിടുന്നതാണ്. പ്രത്യേകിച്ച് BJP പോലുള്ള ഒരു ജനാധിപത്യ പാർട്ടിയുടെ ചട്ടക്കൂടിനുള്ളിൽ എളിയ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾക്ക് ശ്രദ്ധേയമായ തെരഞ്ഞെടുപ്പ് വിജയം നേടാൻ കഴിയുന്നു എന്നുള്ളത്, അവരെ പരിഗണിക്കുന്നു എന്നുള്ളത് BJPക്ക് മാത്രം സാധ്യമാവുന്നത്.